ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്ന 50% താരിഫ് ടെക്സ്റ്റൈൽ രംഗവും ഫാർമസ്യൂട്ടിക്കൽ രംഗവും ഉൾപ്പെടെയുള്ള രംഗത്ത് ഇന്ത്യക്ക് തിരിച്ചടിയാകുമെന്നുള്ളത് സംശയമൊന്നുമില്ല. പക്ഷേ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. ട്രംപ് താൻ കുഴിച്ച കുഴിയിലാണ് വീഴുന്നത്. അല്ലെങ്കിൽ ഈ താരിഫ് ട്രംപിന് ഒരു ബൂമറാങ് പോലെ തിരിച്ചടിയാവുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയെന്ന് വെറുതെ പറയാതെ വളരെ വസ്തുതാപരമായി പരിശോധിക്കുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് താരിഫ് വർദ്ധിപ്പിച്ചതുപോലെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന US പ്രോഡക്ട്സിനും സ്വാഭാവികമായും ഇന്ത്യയും താരിഫ് വർദ്ധിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ കാർഷിക വിളകളായ ബദാമും ആപ്പിളും ഉൾപ്പെടെയുള്ളവയും പിന്നെ ഫാർമസ്യൂട്ടിക്കൽ രംഗത്തെ മറ്റ് മെഡിസിൻസും കാര്യങ്ങളും അതുപോലെ മെഡിക്കൽ എക്യുപ്മെൻസും ഒക്കെ ഈ ഒരു വെല്ലുവിളി നേരിടും. US ബേസ്ഡ് ആയിട്ടുള്ള വാഹന നിർമ്മാതാക്കളായ ഹാർഡി ഡേവിഡ്സന്റെ ബൈക്കുകൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട്. അതിസമ്പന്നർ പർച്ചേസ് ചെയ്യുന്ന ബൈക്ക് എന്ന നിലയിൽ ഇന്ത്യ ഓൾറെഡി ഇതിന് താരിഫ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയും ട്രംപും അമേരിക്കൻ ഗവൺമെൻറ്റും തമ്മിൽ ഈ ഒരു അഭിപ്രായ വ്യത്യാസം ഇതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുമുണ്ട്. ഇത്തരം ഒരു അവസരത്തിൽ സ്വാഭാവികമായും ഇന്ത്യ വൻതോതിൽ താരിഫ് ഉയർത്തുകയും ഇന്ത്യയിലേക്കുള്ള ഹാർലി ഡേവിഡ്സന്റെ വരവ് നിലയ്ക്കുകയും ചെയ്യും. നമുക്കറിയാം, സോഫ്റ്റ്വെയർ ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ ഒരു വൻ ശക്തിയാണ്. താരിഫ് വർദ്ധിപ്പിച്ച അവസരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള സോഫ്റ്റ്വെയർ റിസോഴ്സസ്, അതുപോലെ ടെക്നിക്കൽ സപ്പോർട്ട് സർവീസസ്, അതുപോലെ ക്ലൗഡ് ഡേറ്റ സർവീസസ് ഇവയൊക്കെ പർച്ചേസ് ചെയ്യാൻ US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുകയും ഇത് US കമ്പനികളെ വൻതോതിൽ ബാധിക്കുകയും ചെയ്യും. തങ്ങളുടെ അപ്രമത്തത്തിന് ബദലായി വളർന്നു വരുന്ന വൻ ശക്തിയായ ചൈനയ്ക്കെതിരെ ഏഷ്യൻ മേഖലയിൽ USന് സപ്പോർട്ടായിരുന്ന രാജ്യമാണ് ഇന്ത്യ. ഇത്തരമൊരു സാഹചര്യത്തിൽ, അതായത് ട്രംപ് ശത്രുത കാണിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിൽ അലയൻസ് ഉണ്ടാക്കുകയും USനെതിരെ അതൊരു വൻ ബദലായി മാറുകയും ചെയ്യും. USന്റെ അൺസ്റ്റേബിളായ സാമ്പത്തിക നയങ്ങളും അതുപോലെ താരിഫ് പോളിസികളും കാരണം ഇറക്കുമതി കയറ്റുമതി രംഗങ്ങളിൽ USുമായി അലയൻസ് ഉണ്ടാക്കാൻ മറ്റു രാജ്യങ്ങൾ മടിക്കുകയും അത് USന്റെ വല്യേട്ടൻ മനോഭാവത്തിന് വൻ തിരിച്ചടിയാവുകയും ചെയ്യും. ക്വാളിറ്റി കൂടിയ എന്നാൽ താരതമ്യേന വില കുറഞ്ഞ മരുന്നുകളും തുണിത്തരങ്ങളും ഒക്കെ US കമ്പനികൾ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നായിരുന്നു. ഈ താരിഫ് വർദ്ധിപ്പിച്ച അവസരത്തിൽ അത് പതിയെ കുറയുകയും അത് അവരുടെ ബിസിനസ്സിനെ ബാധിക്കുകയും ചെയ്യും. ഇന്ത്യയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെയും അതുപോലെ ഡയറി പ്രോഡക്ട്സ്, അതായത് മിൽക്ക് പ്രോഡക്ട്സിൻ്റെയും ഒക്കെ ഇറക്കുമതിയെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ത്യയും USും തമ്മിൽ ഓൾറെഡി അഭിപ്രായ വ്യത്യാസം നിലവിലുണ്ടായിരുന്നു. ഇനി ഇത്തരമൊരവസ്ഥയിൽ അത് തീരെ നടക്കാൻ ചാൻസ് കുറവാണ്. USലെ കർഷകരെ സംബന്ധിച്ച് അവരുടെ പല കാർഷിക ഉൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട്. അതായത് അവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റുകളിലൊന്ന് ഇന്ത്യയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ, അതായത് ഇന്ത്യ താരിഫ് വർദ്ധിപ്പിക്കും, ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഇല്ലാതാവുകയും ട്രംപിനെതിരെ അവർ തിരിയാനിടയാവുകയും ചെയ്യും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വദേശി മൂവ്മെൻറ്റിന് ഓൾറെഡി തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതായത് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കണമെന്നും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഉപയോഗിക്കണമെന്നും ജനങ്ങളോട് അനൗദ്യോഗികമായ ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ പല രാജ്യങ്ങൾക്കും ഇന്ത്യയിൽ വിപണി ഇല്ലാതാവുകയും അവർ USനെതിരെ തിരിയുകയും ട്രംപിനത് വൻ തിരിച്ചടിയാവുകയും ചെയ്യും. ട്രംപ് താരിഫ് വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ഇന്ത്യക്ക് ആശ്വാസമായി എണ്ണവില ഇനിയും കുറച്ചു നൽകാമെന്ന് റഷ്യ വാക്ക് നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്ത്യയും റഷ്യയും തമ്മിൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചൈനയുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നു. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയും റഷ്യയും ചൈനയും ചേർന്ന വൻ അലയൻസ് USന് ഭാവിയിൽ ഒരു വൻ ഭീഷണിയായി മാറുകയാണ്. എന്തായാലും ഒന്നുറപ്പാണ്, ട്രംപ് ചെയ്ത ഈ ചതിക്ക് സ്വന്തം രാജ്യത്തു നിന്ന് തന്നെ ട്രംപിന് എതിർപ്പ് നേരിടേണ്ടി വരികയും ലോകരാജ്യങ്ങൾക്കിടയിൽ ട്രംപ് ഒറ്റപ്പെടുകയും ചെയ്യും. എന്തായാലും സ്വയം കുഴിച്ച കുഴിയിലാണ് ട്രംപ് വീണിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോയിൽ കാണാം. താങ്ക്